ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സമയത്ത് എന്താണ് അവരുടെ ഒരു ചിന്തകൾ എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളെക്കുറിച്ചുമൊക്കെ അവർ എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ ഫീലിങ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു സമയത്ത് തന്നെ സ്കിപ്പ് ചെയ്ത് പോവാം, വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാം. ആരും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ കറണ്ട് ഫീലിങ്സ് ആണ്. ഈ ഒരു സമയത്ത് അവരുടെ ഒരു ഫീലിങ്സുകൾ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, ഈ ഒരു സമയത്ത് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒക്കെ അവരുടെ ഒരു ഫീലിങ്സുകൾ എന്തൊക്കെയാണ്, എന്താണ് അവർ ചിന്തിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്കൊരു ജസ്റ്റിസ് കാർഡാണ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. റിവേഴ്സ് ആണ് വന്നിട്ടുള്ള ജസ്റ്റിസ് കാർഡ്. കിങ് ഓഫ് സോർഡ്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പേജ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് സോർഡ്സ്, the full card, three of pentacles, two of pentacles, knight of swords, nine of wands, wheel of fortune, the moon card, ace of swords. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്കിനി മാസ്റ്റർ കാർഡ് നോക്കാം. ദ ഹൈ പ്രിസ്റ്റീസ് കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകുന്നത്, ഒരു ജസ്റ്റിസ് കാർഡ് റിവേഴ്സ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഇംബാലൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൽ ഒരു ഇംബാലൻസ് ഉണ്ട്. നിങ്ങളോട് അവരെ എന്തെങ്കിലും ഒരു രീതിയിൽ തെറ്റായ രീതിയിൽ എന്തെങ്കിലും ചെയ്തു വന്നോ, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേക ഒരു സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് നീതി നടത്തി തന്നില്ല എന്നൊക്കെയുള്ള ഒരു ഗിൽറ്റ് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ അവർക്കുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ നമുക്ക് ഇവിടെ മെയിനായിട്ടും ഓവറോൾ എനർജി നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷനിലാണ് എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ നല്ല രീതിയിലല്ല ഈ ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഒരു സെപ്പറേഷനിലേക്ക് പോയിട്ടുള്ളത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നതിന് ശേഷമായിരിക്കാം. അപ്പോൾ ആ ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് കറക്റ്റായ ഒരു ഡിസിഷൻ എടുത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നീതി തന്നില്ല എന്നൊക്കെ ഒരു തോന്നൽ ഇവർക്കുണ്ട്. അത് അവർക്കൊരു കുറ്റബോധം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ അവരിങ്ങനെ പോകുന്നതായിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ് അവർക്ക് മെയിനായിട്ടുള്ളത്. അപ്പം ഇവർ ചെയ്ത കാര്യം അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ നിൽക്കുന്ന സിറ്റുവേഷനിൽ ഇവർ ചെയ്തു പോയ കാര്യങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഓർത്ത് അവർ വളരെ കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള ആ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എന്ന രീതിയിൽ അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ ഒരു തീരുമാനത്തിന്റെ പുറത്തായിരിക്കാം ഈ ഒരു സെപ്പറേഷനിൽ പോയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സെപ്പറേഷനിൽ പോയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് തരാതിരിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അവരിപ്പോൾ ചിന്തിക്കുമ്പോൾ അത് ശരിയാണ് എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവർ ആ ഒരു സെപ്പറേഷനിൽ പോയിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ വീണ്ടും അവർ അത് റീതിങ്ക് ചെയ്യുകയാണ്, അത് ഞാൻ ഈ ഒരു വ്യക്തിക്ക് ജസ്റ്റിസ് കൊടുത്തില്ലേ എന്ന് അവർ ചിന്തിക്കുന്ന എനർജീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ കിങ് ഓഫ് സോഡ്സ് അതുപോലെ ക്യൂൻ ഓഫ് സോഡ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെന്റൽ കണക്ഷനാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് നല്ല രീതിയിലുള്ള മാനസികമായിട്ട് ഒരു കണക്ഷൻ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. കാരണം നിങ്ങൾക്ക് വരുന്ന ആ ഒരു അതേ ഫീലിങ്സ് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളും അതേ സെയിം രീതിയിലാണ് നിങ്ങളുടെ പേഴ്സണും വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടുപേരും ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളായിരിക്കാം. പക്ഷെ ഇവിടെ ഒരു ഇമോഷൻസ് എല്ലാം സപ്രസ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഫീലിങ്സ് തുറന്നു പറയാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് നല്ല രീതിയിൽ സ്നേഹവും കാര്യങ്ങളും ഫീലിങ്സും എല്ലാം അവരുടെ ഉള്ളിലുണ്ട്. അത് പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഏതോ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ അവർ അവരുടെ ഇമോഷൻസ് സപ്രസ് ചെയ്ത് അടക്കി വെക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കുറച്ച് ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു എനർജീസ് കാണുന്നു.
വളരെ ചുരുക്കം ആളുകൾക്ക് നമുക്കിവിടെ ഒരു ഈഗോ ക്ലാഷും ഉണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ അവർക്ക് കുറച്ച് ഈഗോസും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനിനി വന്നിട്ട് ഒരു ഫസ്റ്റ് കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഒരു അപ്രോച്ചൊക്കെ നടത്തി കഴിഞ്ഞാൽ ഞാനൊന്ന് താഴ്ന്നൊരു വ്യക്തിയായി പോവുമോ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഡിഗ്നിറ്റി കുറഞ്ഞു പോവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ വേണമെങ്കിൽ വന്ന് മിണ്ടട്ടെ എന്ന രീതിയിൽ നിൽക്കുന്ന കുറച്ച് ആളുകളെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ അവരെന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ, അപ്പം അവർ കുറച്ച് നാൾ അങ്ങനെ സംസാരിക്കാതെ ഒരു സെപ്പറേഷൻ ഇരിക്കട്ടെ എന്നൊക്കെ രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. എങ്കിൽ പോലും ഇവിടെ നിങ്ങളോട് നല്ല റെസ്പെക്റ്റ് ഉണ്ട് ഈ ഒരു വ്യക്തിക്ക്, നല്ലൊരു സ്നേഹം അല്ലെങ്കിൽ ഒരു കെയറിങ്, ആ ഒരു ഫീലിങ്സ് ഇപ്പോഴും അവരുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് പേജ് ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ്. അപ്പൊ അവരുടെ ഹൃദയത്തിൽ സ്നേഹമുണ്ട് എന്നുള്ളത് നമുക്ക് ആദ്യത്തെ ഈ ഒരു കാർഡിലെ ക്യൂൻ ഓഫ് സോഴ്സിലും കിങ് ഓഫ് സോഴ്സിന്റെ കാർഡിലൊക്കെ മനസ്സിലായതാണ്. അതിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വന്നിരിക്കുന്ന ഒരു കാർഡാണ് പേജ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഹൃദയത്തിൽ ഇന്നും ഒരു സ്നേഹമുണ്ട്, പക്ഷെ അത് നമ്മൾ നോക്കുമ്പോൾ അത് പ്രകടിപ്പിക്കാനായിട്ട് പറ്റാത്ത സാഹചര്യത്തിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഇവരുടെ ആ ഒരു സ്നേഹത്തിന്റെ ഒരു ക്യാരക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള, വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള രൂപത്തിലുള്ള ഒരു സ്നേഹമാണ്. വളരെ നിഷ്കളങ്കമായ രീതിയിലുള്ളൊരു സ്നേഹമാണ് നിങ്ങളോടുള്ളത് എന്നതാണ്. അവര് പലപ്പോഴും ഒരു മെസ്സേജ് അയക്കണോ എന്നൊക്കെ ആലോചിക്കുന്ന എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്രയധികം ഫീലിങ്സുകൾ ഉള്ളിൻ്റെ ഉള്ളിൽ വരുന്ന സമയത്ത്, നിങ്ങളെ മിസ് ചെയ്യുന്ന രീതിയിലുള്ള ഫീലിങ്സുകൾ വരുന്ന സമയത്ത് അവർ മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ കോൾ ചെയ്യാനോ ഒക്കെ അവർക്ക് തോന്നുന്നുണ്ട്. ആ ഇമോഷൻസ് വരുന്നുണ്ടെങ്കിൽ പോലും അവരത് സപ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അവരുടെ ഒരു ഫീലിങ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് വരുന്നത് മൂൺ കാർഡും അതുപോലെ തന്നെ ഹൈ പ്രിസ്റ്റിസ് കാർഡുമാണ്. അവരവരുടെ ഇമോഷൻസ് ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ഒരു നൈറ്റിലൊക്കെ, രാത്രി സമയങ്ങളിലൊക്കെ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ടും അവർക്ക് ചിന്തകൾ വരുന്ന ഒരു സമയമായിട്ട് രാത്രി സമയങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആ ഒരു സമയത്തൊക്കെ അവർ ഇമോഷൻസ് ഹൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് ചിന്തകൾ വരുമ്പോൾ ആ ഒരു ചിന്തകളെ ഡൈവേർട്ട് ചെയ്ത് വിടാനായിട്ട് ശ്രമിക്കുന്ന എനർജീസ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഇവർക്ക് കുറച്ച് പേടി, ഈ ഒരു വീണ്ടും ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വീണ്ടും നിങ്ങളെ അപ്രോച്ച് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ഓക്കെ അല്ല എന്നൊരു രീതിയിൽ ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു പേടി ഇവർക്കുണ്ട്. പിന്നെ ഇവരുടെ തന്നെ കുറച്ച് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, ഇവർക്ക് കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടെ ആ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ച് ഇവര് വീണ്ടും ബാക്ക് ടു നോർമലിലേക്ക് പോകുന്നു, ആ ഒരു ഫീലിങ്സ് സപ്രസ് ചെയ്ത് കളയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇവരുടെ ഇൻറ്റ്യൂഷൻസ് എപ്പോഴും ഇവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ബാക്കിൽ നിന്നിട്ട് അവർക്ക് എപ്പോഴും നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം ഇവര് ഒരു ഇൻറ്റ്യൂഷനിലൂടെ അറിയിക്കുന്നുണ്ട് മൈൻഡ്. പക്ഷെ അവര് അപ്പോഴും ആ ഒരു കാര്യത്തെ ഡൈവേർട്ട് ചെയ്ത് വേറെ എന്തിലേക്കോ ഒക്കെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ വളരെ ബുദ്ധിമുട്ടുന്ന ഫീലിങ്സുകൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു പേഴ്സണെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ വരുന്നത് ഏസ് ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡാണ്. അപ്പൊ ഇവിടെ അവരുടെ മനസ്സിൽ ഒരു ക്ലാരിറ്റി വരാനുള്ള ഒരു സമയം അടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് ഈ ഒരു കാർഡിൽ നിന്ന് പറയാനായിട്ട് വരുന്നത്. അതായത് സത്യങ്ങൾ എന്തൊക്കെയാണ്, ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് അവർക്ക് വേണ്ടത്, എന്തിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഹാപ്പി ആയിട്ടുള്ളത്, കാര്യങ്ങളിലെല്ലാം ഒരു തിരിച്ചറിവ് വരേണ്ടുന്ന ഒരു സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സത്യങ്ങളെല്ലാം മനസ്സിലാകുന്ന ഒരു സമയം, യഥാർത്ഥത്തിൽ ഉള്ള സ്നേഹം എന്താണ്, മച്ചുവറായിട്ട് ഞാൻ എങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ എൻ്റെ ഫീലിങ്സുകൾ ഞാൻ സപ്രസ് ചെയ്ത് നിർത്തേണ്ടതാണോ എന്നൊക്കെ ഉള്ള ഒരു ഡിസിഷൻസും കാര്യങ്ങളും ഒക്കെ ഇവർക്ക് യൂണിവേഴ്സ് കുറച്ച് എക്സ്പീരിയൻസ് കൊടുത്തുകൊണ്ട് അത് എന്ത് ചെയ്യണം എന്നുള്ളതിലേക്ക് ഇവരെ എത്തിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവരുടെ ഒരു ഫീലിങ്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ ഇവരുടെ കറണ്ട് സിറ്റുവേഷനിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ അവര് ലൈഫ് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് വർക്കും പേഴ്സണൽ ലൈഫും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട്, ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നല്ല രീതിയിൽ വർക്ക് പ്രഷർ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ഈ ഒരു വ്യക്തി. അപ്പോൾ അതും ഈ ഒരു പേഴ്സണൽ ലൈഫിൽ കുറേ ഫീലിങ്സും കാര്യങ്ങളും, സെപ്പറേഷൻ അങ്ങനത്തെയുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട്, ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന കുറേ ആളുകളുടെ എനർജീസ് വരുന്നുണ്ട്. അല്ലെങ്കിൽ രണ്ടാളുകൾ, അപ്പോൾ രണ്ട് വ്യക്തികളെ ഒരേപോലെ സ്നേഹമുള്ള അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരേ ടൈമിൽ കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അപ്പൊ ആ രണ്ട് പേഴ്സൺസിനെ തമ്മിൽ ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതിൽ വളരെയധികം കഷ്ടപ്പെടുന്ന ആളുകളുടെ എനർജീസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ, ചിലപ്പോൾ ഒരു പേഴ്സൺ ആകാം, മറ്റൊരു സിറ്റുവേഷൻ ആകാം. ആ ഒരു സിറ്റുവേഷനും ഈ ഒരു പേഴ്സണും അങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്, രണ്ട് സിറ്റുവേഷൻസ്, രണ്ട് കാര്യങ്ങൾ തമ്മിൽ ബാലൻസ് ചെയ്യാനായിട്ടുള്ള സമയം എങ്ങനെ വേണ്ടത് നമുക്ക് പറയാനായിട്ട് പറ്റും. 2 ഓഫ് പെന്റക്കിൾസ് ആണ്. അപ്പൊ എങ്ങനെയാണെങ്കിലും രണ്ട് കാര്യങ്ങളെ, രണ്ടാളുകളെ, അങ്ങനെ രണ്ട് കാര്യങ്ങളെ തമ്മിൽ
ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ വളരെയധികം ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ വെച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കത് എന്താണ് എന്ന് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. പിന്നെ കരിയർ അല്ലെങ്കിൽ ഒരു കരിയർ സംബന്ധമായ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു ടീം വർക്ക് റിലേറ്റഡ് ആയ കാര്യങ്ങളാണ് ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവരൊരു ഈ ഒരു സമയത്ത് അവർ ഈ റിലേഷൻഷിപ്പിനേക്കാളും കൂടുതലായിട്ടും ഫോക്കസ് കൊടുക്കുന്നത് ഒരു പ്രൊഫഷണൽ ഗ്രോത്തിനെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. അതായത് ഫൈനാൻഷ്യലി കുറച്ചും കൂടി ഒന്ന് സ്റ്റേബിൾ ആകണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊഫഷണലിലേക്ക് കൂടുതലായിട്ട് ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇവരുടെ ചിന്തകൾ അതിലേക്ക് തിരിച്ചുവിടാനായിട്ട് ഇവർ ശ്രമിക്കുന്നു. ചിലപ്പോൾ അത് പലപ്പോഴും ഈ ഒരു ഇൻഡ്യൂഷൻസ്, ഒരു മിസ് ഫീലിങ്ങിന്റെ ഇൻഡ്യൂഷൻസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ അവരുടെ ആ ഒരു ചിന്തകളെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് അവർ ആ ഒരു പേഴ്സണൽ ഗ്രോത്തിലേക്ക് കാര്യങ്ങൾ തിരിച്ചുവിടുന്നതാകാനുള്ള ചാൻസ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. പിന്നെ നൈറ്റ് ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. അതിൽ വരുമ്പോഴത്തേക്ക് ഒരു സഡൻ ഡിസിഷൻ എടുക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പോൾ ഇങ്ങനെ പതുങ്ങിയിരുന്നാൽ കൂടിയും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്ഷനും എടുക്കുന്നില്ല എന്ന് മറ്റുള്ളവരെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇരുന്നാൽ കൂടിയും പെട്ടെന്ന് തന്നെ ഒരു സമയത്ത് പെട്ടെന്നൊരു ഡിസിഷൻ എടുത്ത് കാര്യങ്ങളിലേക്ക് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അത്തരത്തിലുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എല്ലാവരും കുറേയേറെ കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അവരുടെ ചുറ്റും നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവരോട് നേരിട്ട് ഫൈറ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലാണെങ്കിൽ പോലും അവർ ഇതൊന്നും കേൾക്കുന്നില്ല, അല്ലെങ്കിൽ കാണുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്ന രീതിയിൽ ഇരിക്കും. പക്ഷെ അവർ എല്ലാം കാണുകയും കേൾക്കുകയും എല്ലാം മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവർ പെട്ടെന്ന് തന്നെ ഒരു ഡിസിഷൻ എടുക്കും. ആ ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് മനസ്സിലാകുന്നത്. ഒരിക്കലും അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നെ ഒരിക്കലും പുറകോട്ട് പോകില്ല എന്നുള്ളതാണ്. പക്ഷെ അത് തീരുമാനിക്കാനായിട്ട് അവർ കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് വളരെ ഫാസ്റ്റായിട്ട് ആ ഒരു വ്യക്തി വരും. ഒരു മെസ്സേജോ ഒരു കമ്മ്യൂണിക്കേഷനോ ഒക്കെ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് നൈറ്റ് ഓഫ് സോർഡ്സിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ 9 ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡ് വരുന്നുണ്ട്. അവര് ഇമോഷണലി വളരെയധികം ടയേർഡ് ആണ് എന്നാണ് മനസ്സിലാകുന്നത്. അതായത് ഇവർക്ക് പാസ്റ്റിൽ കുറേയേറെ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ പാസ്റ്റിലെ വിഷമങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അവരെ തന്നെ എന്താ പറയുക, സംരക്ഷിക്കാനായിട്ട് അവർ നോക്കുകയാണ്. അപ്പം ഒരാൾക്ക് മുന്നേ ഹേർട്ട് ഉണ്ടായ ഒരു അനുഭവം ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾ പുതിയ ആളുകളോട് ഉടനെ പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യില്ല. എല്ലാവരും പറയുന്ന കേട്ടില്ലേ, ഞാൻ ഇനി ഒരു വ്യക്തിയെ പോലും എൻ്റെ ഒരു ലൈഫിലേക്ക് ഇനി കൊണ്ടുവരാനായിട്ട് നിൽക്കില്ല എന്ന് പറയുന്നത് വെച്ചാൽ അവർക്ക് ആ മുന്നേ വന്നു പോയിട്ടുള്ള വ്യക്തികൾ നൽകിയിട്ടുള്ള വേദനകളും വിഷമങ്ങളൊക്കെ അവരുടെ മനസ്സിൽ അങ്ങനെ മായാതെ കിടക്കണം. അപ്പോൾ അത് ഇനിയും ആ ഒരു വേദനകൾ ഉണ്ടാകുമോ എന്നുള്ള ആ ഒരു പേടി കാരണമാണ് പിന്നെ അവർ ആരോടും അങ്ങനെ കൂടുതലായിട്ട് അടുക്കാനായിട്ട് പോകില്ല, അല്ലെങ്കിൽ ആരെയും ട്രസ്റ്റ് ചെയ്യില്ല. ട്രസ്റ്റ് ആരെങ്കിലും ഒക്കെ നമ്മളെ ഇങ്ങനെ പറ്റിച്ചിട്ടൊക്കെ പോയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആരെയും അത്ര ജെന്യൂനായിട്ടുള്ള ആൾ വന്നാൽ ഇനി പറ്റിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആളാണെങ്കിൽ കൂടി നമുക്ക് ആ ഒരു ട്രസ്റ്റ് അവരോട് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത് സ്വയമേ തന്നെ നമ്മളിൽ നിന്ന് ആ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഈ ഒരു വ്യക്തിക്കും തോന്നുന്നത്. ഈ ഒരു വ്യക്തിക്ക് പാസ്റ്റിൽ ഒത്തിരി വേദനകളും വിഷമങ്ങളും, അല്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു ഹേർട്ടായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു അനുഭവം അവരെ പുതിയൊരു തലത്തിലേക്ക് കൊണ്ടുപോയി സ്വന്തം ഫീലിങ്സുകളൊക്കെ തുറന്നു പറയാനായിട്ട് മടിക്കുന്ന ഒരു ലെവലിലേക്ക് അവർ പോയി. അതാണ് അവരുടെ ഫീലിങ്സുകൾ സപ്രസ് ചെയ്ത് വെക്കുന്നത്. ഇമോഷണലി എല്ലാവരുമായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി ശ്രമിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് അവരെ തന്നെ സംരക്ഷിക്കാനായിട്ട് അവരവരുടെ മനസ്സ് സ്വയം അടച്ചു വെച്ചിരിക്കുകയാണ്. ആരോടും പൂർണ്ണമായി ഒന്നും തുറന്നു പറയാതെ ഒരു ജാഗ്രത പുലർത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ അവരുടെ ഹൃദയം അവർ കാത്തു സൂക്ഷിക്കുന്ന രീതിയിൽ പെരുമാറുന്നു എന്നുള്ളതാണ്. അതായത് അവരുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ആണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ആ ഒരു വ്യക്തി തന്നെ അവരെ തന്നെ അവരുടെ മനസ്സിനെ തന്നെ സംരക്ഷിച്ച് ജാഗ്രതയോടെ പെരുമാറുന്നു. ആ ഒരു രീതിയിലാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ വളരെയധികം ടയേർഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇമോഷണലി ഈ ഒരു പേഴ്സൺ വളരെയധികം ടയേർഡ് ആണെന്ന് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ഈ റിലേഷൻഷിപ്പിലാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു പേഴ്സൺ വളരെയധികം ഇമോഷണലി ടയേർഡ് ആയ ഒരു അവസ്ഥ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ തന്നെ സംരക്ഷിച്ച് അവരുടെ മെന്റൽ ഹെൽത്ത് വീണ്ടും ഓക്കെ ആക്കി എടുക്കാനായിട്ടുള്ള പരിപാടികളിലൊക്കെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് വരുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ഒരു കാർഡാണ്. ഇവിടെ ഒരു
സിറ്റുവേഷൻ ഒരു ഡിവൈൻ ടൈമിലേക്ക് മാറും എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഒരു ഘട്ടം കഴിഞ്ഞ് ഈ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒക്കെ ആ ഒരു സിറ്റുവേഷൻസ് എല്ലാം മാറും. സമയം പോകുന്നതനുസരിച്ച് കാര്യങ്ങളെല്ലാം മാറി മറിയും. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും. ഇപ്പോൾ നമ്മളൊരു ലൈഫിൽ ഒരു 10 വർഷം ബാക്കിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ലെവലിലായിരിക്കും നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. നമ്മൾ ഒരിക്കലും കടന്നു പോകാം എന്ന് വിചാരിച്ച ഒരു വഴികളിലൂടെ ഒന്നും ആയിരിക്കില്ല നമ്മൾ പോന്നിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഇവിടെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇവിടെ ഒരു സിറ്റുവേഷൻസ് എല്ലാം മാറും. ഒരു ഡിവൈൻ ടൈം വരും. ഇവിടെ ഒരു മൂവ് ഉണ്ടാകും എന്നാണ് കാണുന്നത്. അതൊരു ഫേറ്റ് കണക്ഷൻ ആണ് എന്നാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ കഴിഞ്ഞ് ഒരു ഡെസ്റ്റിനി വീണ്ടും നിങ്ങളെ കണക്ട് ചെയ്യും എന്നാണ് കാണുന്നത്. അതിനുള്ള വളരെയധികം ഒരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചിലവർക്കൊക്കെ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല, ഇനി ഇതോടുകൂടി കഴിഞ്ഞു എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെ ഒരു ചാൻസും കൂടി ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് വരുന്ന കാർഡിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇനി എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഒരേ ഒരു കാർഡേ ഉള്ളൂ, അത് ഫുൾ കാർഡാണ്. അപ്പോൾ ഫുൾ കാർഡ് എപ്പോഴും ഒരു ന്യൂ ബിഗിനിങ് ആണ് നമുക്ക് തരുന്നത്, ചിന്തകളിൽ പോലും ഒരു പുതിയ തുടക്കം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരു സീറോയിൽ നിന്ന് ഒരു സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് വരണം എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു പേഴ്സണെ നമുക്ക് കാണാനായിട്ട് വരുന്നത്. അതായത് റിലേഷൻഷിപ്പിൽ നിങ്ങളിലേക്ക് വരുമ്പോൾ ഒരു പുതിയ സ്റ്റാർട്ടറോടുകൂടി നിങ്ങളിലേക്ക് വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഒരു റിസ്ക് എടുക്കാനായിട്ട് അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഒരു പുതിയ തുടക്കം വേണം എന്നൊക്കെ അവർക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു ചുവട് മുന്നോട്ട് വെക്കാൻ അവർക്ക് പേടിയാണ്, അല്ലെങ്കിൽ മടിയാണ്. ധൈര്യമായി ഒരു തീരുമാനം എടുക്കാനായിട്ട് അവർക്ക് പലപ്പോഴും ആശങ്ക തോന്നുന്നതാണ്. ഇനി ഇതിന്റെ റിസൾട്ട് എന്താകും എന്നറിയാതെ മുന്നോട്ട് പോകാനായിട്ട് അവർ മടിച്ചു നിൽക്കുകയാണ്. അപ്പൊ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് ഉള്ളിന്റെ ഉള്ളിൽ വളരെയധികം ആഗ്രഹം ഉണ്ടാകാം. പക്ഷെ ഇത് ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റായാൽ, അല്ലെങ്കിൽ വീണ്ടും ഞാൻ തന്നെ ഹർട്ടാകേണ്ടി വരുമോ, അല്ലെങ്കിൽ ഇത് വർക്കായില്ലെങ്കിലോ എന്നൊക്കെയുള്ള ചിന്തകൾ കാരണം മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് ഫീലിങ്സുകളൊക്കെ ഉണ്ടാകാം, പക്ഷെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനായിട്ടൊരു പേടിയാണ്. അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കാനായിട്ട് അവർ ഒത്തിരി ഓവർ തിങ്ക് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഒരു മെസ്സേജ് അയച്ചോ, അത് കഴിഞ്ഞ് അവർ ഇതൊക്കെ അവരിനി തിരിച്ച് അയച്ചില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാകും, അത് എന്നെ വീണ്ടും ഹേർട്ട് ചെയ്യും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും മോശമായ രീതിയിൽ വീണ്ടും റിപ്ലൈ തന്നു കഴിഞ്ഞാൽ അതെനിക്ക് പിന്നെ വിഷമമാകും. അങ്ങനെയൊക്കെയുള്ള വളരെ നിങ്ങളുടെ സിറ്റുവേഷൻസ് ഏത് രീതിയിലാണോ അതിനെ സംബന്ധിച്ചുള്ള ഓവർ തിങ്കിങ് ചെയ്യുകയാണ് ഈ ഒരു പേഴ്സൺ. അപ്പം അതുകൊണ്ട് തന്നെ അവരൊരു മെസ്സേജ് അയക്കാനൊക്കെ പേടിക്കാണ്. അതുപോലെ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം ഇൻസെക്യൂരിറ്റി ഫീൽ തോന്നുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് അവരിങ്ങനെ ഒന്ന് മടിച്ചു നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അവർ യാതൊരു രീതിയിലുള്ള ഒരു ആക്ഷൻ എടുക്കാനായിട്ട്, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല ഒരു റീസ്റ്റാർട്ട് ചെയ്യണമെന്നും ഒരു ഒന്നുമില്ലായ്മയിൽ നിന്ന് വീണ്ടും ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുവന്ന് ഒരു സക്സസ്സിൽ എത്തിക്കണമെന്നൊക്കെ ഒരു പേഴ്സൺ ഒത്തിരി അധികം ചിന്തിക്കുന്ന ഫീലിങ്സ് കാണാനായിട്ടും പറ്റുന്നുണ്ട്. അപ്പോൾ ഫുൾ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ന്യൂ ബിഗിനിങ് ചിന്ത അവരുടെ ഉള്ളിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ ഓവറോൾ എനർജി പറയുമ്പോൾ അവർ നിങ്ങളെ ഒരു മെന്റലി വളരെ ഒരു ശക്തമായിട്ടുള്ള ഒരു നിങ്ങളുമായിട്ടൊരു കണക്ഷൻ ഉണ്ട് എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് വളരെയധികം ഡീപ്പായിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്. പക്ഷെ കുറച്ച് പേടി കാരണം കുറെ ആളുകൾ ഒരു ഈഗോ കാരണവും തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് ഏസ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട്, നൈറ്റ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട്. എന്തായാലും ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും. പിന്നെ ഒരു ഡിവൈൻ ടൈം പ്രധാനമാണ്. ആ ഒരു ഡിവൈൻ ടൈമിന് വേണ്ടി പ്രാർത്ഥിക്കുക. വീൽ ഓഫ് ഫോർച്യൂൺ ആ ഒരു ഡിവൈൻ ടൈം കഴിയുമ്പോൾ എല്ലാം ശരിയാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവരൊരു ക്ലാരിറ്റി വരും അവർക്ക്. അപ്പോൾ ഒരു സഡൻ മെസ്സേജ് നിങ്ങൾക്ക് ഉണ്ടാകും, നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ഇതിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കുവാണെങ്കിൽ, നിങ്ങൾ ഓവർ തിങ്കിങ് ഒഴിവാക്കാനാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ഇൻഡ്യൂഷൻസ്, ആ കാര്യങ്ങളൊക്കെ ആ ഒരു ഇൻഡ്യൂഷൻസ് നിങ്ങൾക്ക് എന്താണോ വരുന്നത് അതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അവർ വരുമ്പോൾ ഒരു മെച്യൂർ കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പേഷ്യൻസ് വേണം. ഡെസ്റ്റിനിയിൽ എത്താനായിട്ട് ആ ഒരു ഡെസ്റ്റിനി കുറച്ച് സ്ലോ ആയിട്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് വരും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൻ്റെയും ഇടയ്ക്ക് ഒരു തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മൂൺ കാർഡ് പറഞ്ഞു തരുന്നത് ഒരു സീക്രട്ട് എനർജി ഉണ്ട്. അവരെല്ലാം നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയുന്നില്ല. ഒരു തേർഡ് പേഴ്സൺ ഉണ്ടെങ്കിൽ പോലും അതൊരു ഹിഡൻ ആയിരിക്കാം. പക്ഷേ അവർക്ക് ഇതിലേത് സെലക്ട് ചെയ്യണം, അതാണ് നമുക്ക് അവിടെ ഒരു ബാലൻസ് എനർജി വരുന്നത്. കൺഫ്യൂഷൻ എനർജിയിൽ ഉള്ള ആ ഒരു രീതിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എങ്കിൽ കൂടിയും ഈ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് നോക്കുമ്പോൾ നിങ്ങളുടെ എനർജിയിലേക്കാണ് അവർക്ക് കൂടുതൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ളതായിട്ട് കാണാനായിട്ടും പറ്റുന്നത്.
ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രാക്ഷൻ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു തേർഡ് പാർട്ടിയുടെ പ്രസൻസ് പറയാനായിട്ടും പറ്റും. അപ്പോൾ നിങ്ങളുടെ കണക്ഷൻ പക്ഷെ നോക്കുമ്പോൾ വളരെ സ്ട്രോങ് ആൻഡ് മെന്റൽ ലെവലാണെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുമായിട്ട് ഈ ഒരു പേഴ്സൺ കണക്റ്റ് ആണ് എന്നാണ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിയുടെ ഒരു കേസിലേക്ക് വരുമ്പോൾ അവിടെ അവരുണ്ടെങ്കിൽ പോലും ഇമോഷണലി അത്ര ഡീപ്പ് അല്ല എന്നുള്ളതാണ്. ഒരു ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇൻട്രാക്ഷൻ എന്ന രീതിയിൽ മാത്രം ആ ഒരു രീതിയിൽ ബേസ് ചെയ്ത് അവിടെ നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഡെസ്റ്റിനി കണക്ഷൻ നിങ്ങളോടാണ് ഇവർക്ക് വളരെയധികം സ്ട്രോങ് ആയിട്ട് ഉള്ളത് എന്ന് ആണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കറക്റ്റ് ആയിട്ട് ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നില്ല. 100% സീരിയസ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് എനർജി കാണുന്നുമില്ല. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് സോൾ മെസ്സേജസും കൂടെ നമുക്ക് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, കുറച്ച് സോൾ മെസ്സേജസും കൂടി നമുക്കൊന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. Soul messages from your person. Okay, soul messages from your person. Soul messages from your person. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു മെസ്സേജസ് ആണ് നമ്മളിവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെസ്സേജ് നമുക്ക് നോക്കാം. I love you because you are too cute and adorable. ഓക്കെ, നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്. നിങ്ങൾ ഒത്തിരി ക്യൂട്ടാണ്, അതുപോലെ വളരെ ആരാധന തോന്നുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. ഓക്കെ, ഇഫ് ഐ നോ വാട്ട് ലവ് ഈസ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് യു. എന്താണ് സ്നേഹമെന്ന് ഞാൻ അറിഞ്ഞത് നീ കാരണമാണ് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. I feel comfortable to share everything about myself to you. ഓക്കെ, എന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നീയുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് വളരെ കംഫർട്ടബിൾ ആണ് എന്നാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. യുവർ സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെന്റ് ഹാസ് ഹെൽപ്പ് മീ ടു ഫ്ലറിഷ്. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടും അതുപോലെ നിങ്ങളുടെ എൻകറേജ്മെന്റും ഒക്കെ അവരെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു എന്നാണ്, അവരുടെ ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ട് അവരെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. If I had a choice, if being with anyone in the world, I would still choose you. ഇപ്പോൾ ആരുടെ കൂടെ ആയിരിക്കണം അല്ലെങ്കിൽ ആരോടൊപ്പം മുന്നോട്ട് പോകണമെന്ന് എനിക്കൊരു ചോയ്സ് കിട്ടുകയാണെങ്കിൽ അതെപ്പോഴും നിന്റെ കൂടെ ആകണമെന്ന് ആണ് ഞാൻ പറയാനായിട്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്. നിന്റെ കൂടെ ആകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് പറയുന്നത്. വി മേ ബി ഇംപെർഫെക്റ്റ് ബട്ട് വി ഹാവ് എ പെർഫെക്റ്റ് ലവ്. ഓക്കെ, നമ്മൾ ഒരു പൂർണ്ണരായ ആളുകളല്ലായിരിക്കാം, പക്ഷെ നമുക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്നേഹമുണ്ട്. നമ്മൾ ഇംപെർഫെക്റ്റ് ആണെങ്കിലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്നേഹമുണ്ട് എന്നുള്ളതാണ് ഒരു പേഴ്സൺ പറയുന്നത്. സോ മെനി ഓഫ് മൈ സ്മൈൽസ് ബിഗൈൻസ് വിത്ത് യു. ഓക്കെ, എൻ്റെ പല പുഞ്ചിരികളും തുടങ്ങിയിട്ടുള്ളത് നിന്നിൽ നിന്നാണ് എന്നുള്ളതാണ്. അപ്പോൾ നീയാണ് അതിന് കാരണം എന്നാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. യു ബിലീവ് ഇൻ മൈ ക്രിയേറ്റീവ് ടാലൻറ്റ് ആൻഡ് സപ്പോർട്ട് മൈ ഹോബീസ്. ഓക്കെ, എപ്പോഴും എൻ്റെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും എൻ്റെ ടാലൻറ്റുകളും ഒക്കെ നീ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഹോബീസൊക്കെ നീ അതിലൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്, അതിനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന കുറച്ച് ക്ലൂസും കൂടെ നമുക്ക് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ഗ്രീൻ കളറാണ്. ഓക്കെ, ജാനുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 639 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടുന്നുണ്ട്. കൊല്ലം ജില്ല, ടോക്കറ്റീവ്, 1 വീക്സ് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. നെയിൽ പോളിഷ്, ലെറ്റർ M, encourages you, number 33, number 44, mole on right hand, number 45, 48 വേഴ്സ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മെയ് മന്ത്, ലോങ് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. 1976 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡ് എന്നുള്ള വ്യക്തികളായിരിക്കും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. കുക്കിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മലപ്പുറം ജില്ല എന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ഫ്ലവേഴ്സ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. കെയറിങ്, ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്, ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള വ്യക്തികളായിരിക്കാം. 1985, നമ്പർ 38. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്.